Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the fourth lecture on accounting standards. This lecture is based on accounting bodies, which is the first module in the subject accounting standards for semester 4 students of MCOM. In previous lecture, we were discussing about objectives and benefits of accounting standards. And in this lecture, we are going to discuss limitations of accounting standards and need for accounting standards. Limitations of accounting standards. There are some limitations of setting accounting standards. First one is difficulties in making choice between different treatments. Different treatment may give alternative solutions to certain accounting problems and have arguments to recommend them. Therefore, the choice between different alternative accounting treatments may become difficult. Accounting problems in a different treatments use ചെയ്യുമ്പോൾ അത് alternative solutions ആണ് നൽകുന്നത്. While recommending them, there will be arguments. Therefore, different alternative accounting treatmentsൽ നിന്നും ഒരെണ്ണം ചൂസ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. Second one is lack of flexibilities. There may be a trend towards rigidity which could lead different countries to be less flexibility in applying the accounting standards. അതായത് ചില കൺട്രീസ് അവരുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ റിജിഡ് ആയിരിക്കും. ടുവേർഡ്സ് റിജിഡിറ്റി ഒരു ട്രെൻഡ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഡിഫറെൻറ്റ് കൺട്രീസിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുന്നതിൽ ദേ വിൽ ബി ലെസ് ഫ്ലെക്സിബിൾ. Third one is restricted scope. Accounting standards cannot override the statute. The standards are required to be framed within the ambit of prevailing statutes. അതായത് ഓരോ രാജ്യത്തും പ്രീവെയിൽ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. ആൻഡ് ഈ സ്റ്റാറ്റ്യൂട്ടിനെ ഒരിക്കലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓവർറൈഡ് ചെയ്യില്ല. ഈ സ്റ്റാറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോപ്പിനുള്ളിൽ നിന്നുകൊണ്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫ്രെയിം ചെയ്യുന്നത്. Next is need for accounting standards. Accounting standards can be seen as providing an important mechanism to help in the resolution of potential financial conflicts of interest between the various important groups in society. അതായത് ഒരു സൊസൈറ്റിയിൽ വേരിയസ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. ആൻഡ് ഈ വേരിയസ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ റെസൊല്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഷുഡ് കമാൻഡ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ ക്രെഡിബിലിറ്റി എമംഗ് ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയി ആൻഡ് പബ്ലിക് അറ്റ് ലാർജ്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയി ആൻഡ് പബ്ലിക് ഇവരുടെ ഇടയിൽ ഒരു ഗ്രേറ്റസ്റ്റ് പോസിബിൾ ക്രെഡിബിലിറ്റി കമാൻഡ് ചെയ്യുന്ന ഒന്നായിരിക്കണം. Accounting standards are needed so that financial statements will fairly and consistently describe financial performance. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫെയർലി ആൻഡ് കൺസിസ്റ്റൻ്റ്ലി ഫിനാൻഷ്യൽ പെർഫോമൻസ് ഡിസ്ക്രൈബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നീഡഡ് ആണ്. Without standards, users of financial statements would need to learn the accounting rules of each company and comparisons between companies would be difficult. Standards ഇല്ല, accounting standards ഇല്ല എങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ യൂസേഴ്സിന് ഓരോ കമ്പനിയുടെയും അക്കൗണ്ടിങ് റൂൾസ് പഠിക്കേണ്ടതായി വരും. ആൻഡ് ഈ കമ്പനീസ് തമ്മിലുള്ള കമ്പാരിസൺസും ഡിഫിക്കൽട്ട് ആയിരിക്കും. നീഡ് ഫോർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇംപ്രൂവ്സ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിലയബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ദർ ആർ മെനി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ആൻഡ് ദേ റിലൈ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദെയർ ഇൻഫർമേഷൻ. അതായത് നമുക്കറിയാം ഒരു കമ്പനിക്ക് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ആൻഡ് അവരുടെ ഇൻഫർമേഷനായി അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ്. Many of these stakeholders base their decisions on the data provided by these financial statements. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റയെ ബേസ് ചെയ്താണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ കൂടുതൽ പേരും ഡിസിഷൻസ് എടുക്കുന്നത്. Then there are also potential investors who make their investment decisions based on such financial statements. ഇത് കൂടാതെ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അവരും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബേസിസിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. So it is essential these statements present a true and fair picture of the financial situation of the company. അതുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ്റെ ട്രൂ ആൻഡ് ഫെയർ പിക്ചർ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് എസെൻഷ്യൽ ആണ്. ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എൻഷുവേഴ്സ് ദിസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എൻഷുർ ചെയ്യുന്നതും ഇതാണ്. ദേ മേക്ക് ഷുവർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിലയബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലയബിൾ ആണോ ട്രസ്റ്റ് വർത്തി ആണോ എന്നുള്ളത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് ഇസ് പ്രിവെൻറ്റ്സ് ഫ്രോഡ്സ് ആൻഡ് അക്കൗണ്ടിങ് മാനിപ്പുലേഷൻസ്.
Accounting standards lay down the accounting principles and methodologies that all entities must follow. എല്ലാ എൻറ്റിറ്റീസും ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും മെത്തഡോളജീസുമാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് മെൻഷൻ ചെയ്യുന്നത്. വൺ ഔട്ട്കം ഓഫ് ദിസ് ഇസ് ദാറ്റ് ദ മാനേജ്മെൻറ്റ് ഓഫ് ആൻ എൻറ്റിറ്റി കനോട്ട് മാനിപ്പുലേറ്റ് വിത്ത് ഫിനാൻഷ്യൽ ഡേറ്റ. ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയുടെ മാനേജ്മെൻറ്റിന് ഫിനാൻഷ്യൽ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ കഴിയില്ല എന്നതാണ്. Following these standards are not optional, it is compulsory. Accounting standards follow ചെയ്യുക എന്നുള്ളത് ഓപ്ഷണൽ അല്ല, കമ്പൽസറിലി ഫോളോ ചെയ്യണം. So these standards make it difficult for the management to misrepresent any financial information. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മിസ്റെപ്രസെൻറ്റ് ചെയ്യുക എന്നത് മാനേജ്മെൻറ്റിന് ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈവൻ മേക്സ് ഇറ്റ് ഹാർഡർ ഫോർ ദം ടു കമ്മിറ്റ് എനി ഫ്രോഡ്സ്. ആൻഡ് അതുമാത്രമല്ല, മാനേജ്മെൻറ്റിന് എന്തെങ്കിലും ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്നതിനെയും ഇത് ഡിഫിക്കൽട്ട് ആക്കുന്നു. നെക്സ്റ്റ് ഇസ് അറ്റൈൻസ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിംഗ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ്സ് റൂൾസ് ഫോർ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റിനും റെക്കോർഡിങ്ങിനും ആയുള്ള റൂൾസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദേ ഈവൻ ഹാവ് എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് പോലും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ സ്റ്റെപ്സ് ഇൻ അച്ചീവിംഗ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിംഗ് മെത്തേഡ്സ്. ഇത് അക്കൗണ്ടിംഗ് മെത്തേഡ്സിൽ യൂണിഫോമിറ്റി അച്ചീവ് ചെയ്യുന്നതിന് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് ഇസ് ഡിറ്റർമൈനിങ് മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി. ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് മെഷർ ദ പെർഫോമൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഓഫ് ആൻ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റിയുടെ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യുവാൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് മെഷർ ദ മാനേജ്മെൻറ്റ്സ് എബിലിറ്റി ടു ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി, മെയിൻറ്റെയിൻ ദ സോൾവൻസി ഓഫ് ദ ഫേം ആൻഡ് അതർ സച്ച് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഡ്യൂട്ടീസ് ഓഫ് ദി മാനേജ്മെൻറ്റ്. അതായത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുവാനുള്ള മാനേജ്മെൻറ്റിൻ്റെ എബിലിറ്റി മെഷർ ചെയ്യുവാൻ ഹെൽപ്ഫുള്ളാണ്. ഫേമിൻ്റെ സോൾവൻസി മെയിൻറ്റെയിൻ ചെയ്യുവാൻ ഹെൽപ്ഫുള്ളാണ്. മാനേജ്മെൻറ്റിൻ്റെ മറ്റ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഡ്യൂട്ടീസിലും ഇത് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് ഇസ് സെർവ് ആസ് എ ഗൈഡ് ടു ദ അക്കൗണ്ടൻസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സെർവ് ദ അക്കൗണ്ടൻസ് ഇസ് എ ഗൈഡ് ഇൻ ദ അക്കൗണ്ടിംഗ് പ്രോസസ്സ്. അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ അക്കൗണ്ടൻസിന് ഒരു ഗൈഡായിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആക്ട് ചെയ്യുന്നു. ദേ പ്രൊവൈഡ് ബേസിസ് ഓൺ വിച്ച് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട ബേസിസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ദേ പ്രൊവൈഡ് ദ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. ഇൻവെൻട്രീസിൻ്റെ വാല്യുവേഷനുള്ള മെത്തേഡ്സ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. Hope you all understand about limitations of accounting standards and need for accounting standards. Thank you.